വൺ ഗോഡ് അവയർനെസ് അക്കാഡമിയിലേക്ക് മഹർഷി മഹാകവി ഗുരുശ്രീ പ്രൊഫസർ പി കൃഷ്ണകുമാർ സാഹിത്യ ദർശന പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ധ്രുവസിദ്ധിപ്രദം സാക്ഷാത് അംബികാ പരദർശനം ഗുരും ശക്തീശ്വരം വന്ദേ ധർമാനന്ദാത്മനായകം. മഹർഷി മഹാകവി ഗുരുശ്രീ പ്രൊഫസർ പി കൃഷ്ണകുമാറിൻ്റെ സാഹിത്യരചനകൾ പരിചയപ്പെടുന്നതിനും അറിയുന്നതിനും പഠിക്കുന്നതിനും ഉൾക്കൊള്ളുന്നതിനും ഒക്കെ മുൻപായി അദ്ദേഹത്തെക്കുറിച്ച് രണ്ടു വാക്ക്. കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ പുതുക്കാടിനടുത്തുള്ള പാലിയക്കരയിൽ സുപ്രസിദ്ധ നായർ തറവാടായ പനഞ്ചൂന്നത്തു വീട്ടിൽ ശ്രീമതി പി കുഞ്ഞിക്കാവമ്മയുടെയും ഒല്ലൂർ ആവണിശ്ശേരി സുപ്രസിദ്ധമായ കല്ലൂരുമനക്കൽ ശ്രീ കുമാരൻ നമ്പൂരിപ്പാടിൻ്റെയും പ്രഥമ പുത്രനായി 1928 മെയ് 31 മഹർഷി മഹാകവി ഗുരുശ്രീ പ്രൊഫസർ പി കൃഷ്ണകുമാർ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പുതുക്കാട് സെൻറ്റ് ആൻ്റണി സ്കൂളിലായിരുന്നു. തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിൽ നിന്ന് ബിരുദവും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മലയാള ഭാഷയിൽ ബിരുദാനന്തര ബിരുദവും അദ്ദേഹം നേടി. കാലടി ശ്രീശങ്കര കോളേജ്, കോതമംഗലം MA കോളേജ്, വടക്കാഞ്ചേരി ശ്രീവ്യാസ കോളേജ് എന്നിവിടങ്ങളിൽ അദ്ദേഹം മലയാള അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1983 വടക്കാഞ്ചേരി ശ്രീവ്യാസ കോളേജിൽ നിന്ന് മലയാളം വകുപ്പ് മേധാവിയായിരിക്കെ അദ്ദേഹം വിരമിച്ചു. തുടർന്നും സാഹിത്യരചന, സാമൂഹ്യ സേവനം, സർഗചിന്തനം, പ്രകൃത്യുപാസന എന്നിവയിൽ ഏർപ്പെട്ടുകൊണ്ട് സ്വവസതിയിൽ കുടുംബസമേതം കഴിഞ്ഞു. കായംകുളം കല്ലിക്കാട് പ്രസിദ്ധമായ പുത്തമ്പുരയ്ക്കൽ തറവാട്ടിലെ ജി ശ്രീദേവി അമ്മയാണ് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി. 2004 നവംബർ 12 തൻ്റെ 77ാമത്തെ വയസ്സിൽ വാർദ്ധക്യ സഹജമായ രോഗകാരണങ്ങളാലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൗതിക വിയോഗം. മലയാളത്തിലും സംസ്കൃതത്തിലും ഇംഗ്ലീഷിലുമായി ഒട്ടനവധി കവിതകൾ, ലേഖനങ്ങൾ, പ്രബന്ധങ്ങൾ, നാടോടിപ്പാട്ടുകൾ, കർഷക ഗാനങ്ങൾ, ഭക്തിഗാനങ്ങൾ, തത്വശാസ്ത്ര ദാർശനിക ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. ഇതിനോടകം 100-ൽ പരം പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരങ്ങളും ഇനിയും പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന ആയിരക്കണക്കിന് കവിതകളും അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടും എന്തിനോടും ബന്ധപ്പെട്ടും ജീവിച്ചിരുന്ന അസാധാരണനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ സാഹിത്യ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ കൃഷ്ണകുമാർ എന്നും, മറ്റു ചിലർ സാർ എന്നും, മറ്റു ചിലർ മാഷെന്നും, മറ്റു ചിലർ സ്വാമി എന്നും, പൊതുവെ ജനങ്ങൾ അദ്ദേഹത്തെ അച്ഛനെന്നുമാണ് വിളിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ബഹുമുഖ വ്യക്തിത്വമായിരിക്കാം പലരും ഇങ്ങനെ പല വിധത്തിൽ അദ്ദേഹത്തെ വിളിക്കാൻ കാരണമെന്ന് തോന്നുന്നു. പ്രതിഭാശാലികളായ ബുദ്ധിമാന്മാർ അദ്ദേഹത്തെ സിദ്ധമഹാകവിയായി കണ്ടു. മറ്റു ചിലർ മഹാപണ്ഡിതനായും, ചിലർ പരമഭക്തനായും, ചിലർ ജ്ഞാനയോഗിയായും അദ്ദേഹത്തെ മനസ്സിലാക്കുന്നു. അതേസമയം ചിലർക്ക് അദ്ദേഹം മാർക്സിസത്തിൻ്റെയും ഗാന്ധിസത്തിൻ്റെയും ഗുരുനാഥനാണ്. മറ്റു ചിലർക്ക് ശക്തിസം എന്ന നൂതന സിദ്ധാന്തത്തിൻ്റെ അവതാരകനായിരുന്നു. ചിലർക്ക് അദ്ദേഹം മഹർഷിയായിരുന്നു. സമഗ്രദർശനം പോലുള്ള കാഴ്ചപ്പാടിനെക്കുറിച്ച് തെല്ലും ഗ്രഹിച്ചവർക്ക് അദ്ദേഹം ഒരു മഹാദാർശനികനായിരുന്നു. എന്നാൽ ദുഃഖിതരും പീഡിതരുമായ വമ്പിച്ചൊരു ഭൂരിപക്ഷത്തിന് അദ്ദേഹം അച്ഛനായിരുന്നു. ചുരുക്കം ചിലർ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തെ അയ്യപ്പനായും പരമഗുരുനാഥനായും ദർശിക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും പൊതുവെയുള്ള പെരുമാറ്റത്തിൽ അദ്ദേഹം ഒരു സാധാരണക്കാരനെ പോലെയായിരുന്നു.
താനൊരു നിസ്സാരനാണ് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥായിയായ ഭാവം. അതേസമയം വിശ്വപ്രപഞ്ചശക്തിയുടെ വിഗ്രഹമായും പ്രതിനിധിയായും വേണമെന്നുള്ളവർക്ക് വേണ്ടി അദ്ദേഹം നിലനിന്നുകൊള്ളുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, അടുക്കുംതോറും ചക്രവാളം പോലെ അകന്നു കാണുന്ന, മനസ്സിലാക്കാൻ വിഷമമുള്ള, എന്നാൽ വളരെ അടുത്തു പെരുമാറുന്ന ഒരു വിസ്മയ പ്രതിഭാസമായിരുന്നു മഹർഷി മഹാകവി ഗുരുശ്രീ പ്രൊഫസർ പി കൃഷ്ണകുമാർ. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകൻ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയത് ഇപ്രകാരമാണ്: കൃഷ്ണകുമാർ എന്ന വിസ്മയ പ്രതിഭാസത്തെ മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ ഒരു വഴിയേ ഉള്ളുവെന്ന് തോന്നുന്നു. അത് അദ്ദേഹത്തിൻ്റെ തന്നെ കൃതികളിലൂടെ, സ്തുതി ഗീതങ്ങളിലൂടെ പ്രപഞ്ചശക്തിയെ ആരാധിക്കൽ ഒന്നു മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെയാണ് അദ്ദേഹം വെളിപ്പെടുന്നത് എന്ന് സാരം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ, കവിതകളുടെ ആഴത്തിലേക്ക് ചുഴിഞ്ഞിറങ്ങാതെ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ മറ്റൊരു വഴിയും ഇല്ല. സാധാരണ മനുഷ്യ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും അദ്ദേഹത്തെ അളക്കാൻ സാധ്യമല്ല. അമ്മ ദൈവങ്ങളുടെയും ഭഗവാന്മാരുടെയും ഗുരുസ്വാമിമാരുടെയും നിരയിൽ അവരോധിച്ച് മറ്റുള്ളവർക്ക് മുതലെടുക്കാവുന്ന ഒരു കമ്പോളച്ചരക്കായി അദ്ദേഹത്തെ കിട്ടുകയുമില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ നാമത്തിൽ പ്രപഞ്ചശക്തിയെ അറിഞ്ഞു വിളിക്കുന്നവർക്ക് അത്ഭുതകരമായ ആശ്വാസാനുഭവങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു ദിവ്യ രഹസ്യമായി അവശേഷിക്കുകയും ചെയ്യുന്നു. ആയുർവേദ വൈദ്യന്മാരും അലോപ്പതി ഡോക്ടർമാരും കൈവിട്ട രോഗികൾ അദ്ദേഹത്തിൻ്റെ മനഃശക്തിയുടെ പ്രവർത്തനം കൊണ്ട് രോഗവിമുക്തരാകുന്നു. സാമൂഹിക വിരുദ്ധന്മാർ സന്മാർഗചാരികളായി മാറുന്നു. മന്ദബുദ്ധികൾ ബുദ്ധിമാന്മാരായിത്തീരുന്നു. ശ്രീകൃഷ്ണകുമാർ എന്ന ഈ വിസ്മയ പ്രതിഭാസത്തിന് ശിഷ്യന്മാരില്ല, മിഷനറി പ്രവർത്തനമില്ല, ജാതി മതാധിഷ്ഠിതമായ ഒരു പരിപാടിയുമില്ല. അദ്ദേഹം മതാതീതമായ ഒരു ഉയർന്ന മാനസിക നിലവാരത്തിൽ നിന്നുകൊണ്ട് ദുഃഖിക്കുന്ന സൃഷ്ടികളെ ആവുന്നത്ര സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തുവെന്ന് മാത്രം. ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിനെ കുറിച്ചുള്ള സത്യസന്ധമായ കുറിപ്പ്. ഇങ്ങനെ ശിഷ്യന്മാരില്ലാതെ, മിഷനറി പ്രവർത്തനങ്ങളൊന്നുമില്ലാതെ, ജാതി മതാധിഷ്ഠിതമായ കർമ്മ പരിപാടികളൊന്നുമില്ലാതെ, മതാതീതമായിട്ടുള്ള ഒരു ഉയർന്ന മാനസിക നിലവാരത്തിൽ നിന്നുകൊണ്ട് ദുഃഖിക്കുന്ന സൃഷ്ടികളെ ആവുന്നത്ര സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തുകൊണ്ട് സാധാരണനായി ജീവിച്ചു പോന്ന അസാധാരണനായ ബഹുമുഖ വ്യക്തിത്വമുള്ള മലയാളിയായ ഈ വിശ്വമഹാകവിയെക്കുറിച്ച് കൂടുതൽ അറിയാനും പരിചയപ്പെടാനും ഉൾക്കൊള്ളാനും നമ്മെ ഈശ്വരൻ സഹായിക്കട്ടെ. അദ്ദേഹത്തെക്കുറിച്ച് എന്നും പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ജയ് ജഗത്. ധർമ്മവർഷം 98.